ഇന്നത്തെ ടീം. ഗണേശന്റെ മുഖത്ത് സന്തോഷം, ആകാംക്ഷ, എക്സൈറ്റ്മെന്റ്. പോഡ്കാസ്റ്റ് ഓരോ ടീമിന്റെയും ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചപ്പോൾ ഏറ്റവും ടെൻഷനുള്ള 2 പോഡ്കാസ്റ്റാണ്. ഒന്ന് ബ്രസീലും, രണ്ടാമത്തത് ഇന്നത്തെ ടീം അർജന്റീന. കേരളമെമ്പാടും എനിക്ക് തോന്നുന്നു ആർക്കാണ് കൂടുതൽ ഫാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം പറയും അർജന്റീനയാന്ന്, ഒരു വിഭാഗം പറയും ബ്രസീലാന്ന്. അർജന്റീന ഡിഫെൻഡിങ് ചാമ്പ്യൻസ്, ലിയണൽ മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ്. ഒരു എന്താ പറയാ, ഒരു സർപ്രൈസ് എലിമെന്റുകൾ ഒന്നുമില്ലാത്ത ഒരു ടീമാണ്. പക്ഷെ ടൂർണമെന്റ് ജയിക്കാൻ പാകത്തിന് എല്ലാം അടങ്ങിയ ഒരു ടീം. ഏറ്റവും ബാലൻസ്ഡ് സ്ക്വാഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അർജന്റീനയുടെ സ്ക്വാഡിനെ വിശേഷിപ്പിക്കാം. കാരണം നമ്മൾ ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫോർവേഡ് ലൈനിൽ ഉണ്ടായ ഒരു എന്താ പറയാ, ഒരു ക്വാളിറ്റി, ബ്രസീലിനെ കുറിച്ച് പറഞ്ഞപ്പോ എഗെയിൻ ഫോർവേഡും ഡിഫൻസിലും ഉണ്ടായ ആ ഒരു സാധനം, ഇതെല്ലാം കൂടി ചേർന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും 8 out of 10 അല്ലെങ്കിൽ 9 out of 10 ഉള്ള ഒരു ടീമാണ് അർജന്റീന. ഞാൻ അധികം അർജന്റീനയെ കുറിച്ച് നീട്ടുന്നില്ല. ഗണേശൻ ആദ്യം പറയട്ടെ, എന്താണ്, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? സ്ക്വാഡ് എങ്ങനെയാണ്? സ്ക്വാഡ് നമുക്ക് സുദീപ് കഴിഞ്ഞ് വായിക്കും, പക്ഷെ എന്നാലും ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് തോട്ട്സ് എന്താണ്? ഓപ്പണിംഗ് തോട്ട്സ് പറയുകയാണെങ്കിൽ കുറെ കാലം മുമ്പ് അർജന്റീനയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോ ബ്രസീൽ ഫാൻസ് സാധാരണ ചോദിക്കുന്നത് അർജന്റീന കപ്പടിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുക. അപ്പൊ നമ്മള് 83 കപ്പടിച്ചിട്ടുണ്ടെന്ന് പറയും. നീ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക. നീ കളി കാണാൻ തുടങ്ങി പിന്നെ അർജന്റീന കപ്പടിച്ചിട്ടുണ്ടോ? അപ്പൊ അതിനുള്ള ചോദ്യത്തിന് ഞങ്ങൾക്ക് ഇപ്പൊ മറുപടി ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അർജന്റീന കപ്പടിക്കുന്നത്, ധൈര്യത്തിൽ പറയാം. അതിനു മുന്നേ പറഞ്ഞ മെസ്സിക്ക് എന്തായാലും ഈ അക്കളേറ്റ്സ് ഒന്നും കിട്ടില്ല അർജന്റീനയുമായിട്ട്, മേ ബി ക്ലബിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കുറെ കളിയാക്കി. ബാർസലോണയിൽ മാത്രമേ കിട്ടുള്ളൂ, വേറെ നാഷണൽ ടീമിന് വേണ്ടി മെസ്സി ഒന്നും ചെയ്തിട്ടില്ല എന്നോ. ഈസ് എ കംപ്ലീറ്റ് പ്ലെയർ നൗ. കോപ്പ അമേരിക്ക ആവട്ടെ, പിന്നെ ഈ പറയുന്ന വേൾഡ് കപ്പ് ആവട്ടെ, പിന്നെ എംബാപ്പെ പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ എളുപ്പമാണ്, യൂറോപ്യൻ കൺട്രീസ് പോലെയല്ല എന്ന് പറഞ്ഞ പിന്നെയാണ് ഈ ഫൈനലിസ്മ എന്ന് പറഞ്ഞൊരു പരിപാടി വന്നത്. അതിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഫസ്റ്റ് അതിന് റെസ്പോണ്ട് ചെയ്തത് ഫെബീനിയോ ആണ്. നമ്മള് ലിവർപൂളിൽ ഉള്ളപ്പോൾ ഫെബീനിയോ ആണ് റെസ്പോണ്ട് ചെയ്തത്. ഈ സീ ലെവലിന് എബോവ് സീ ലെവലിൽ വന്ന് കളിച്ചാൽ ഇക്വഡോറും അതുപോലെ കോസ്റ്റാറിക്കയിലൊക്കെ വന്ന് കളിച്ചാൽ നിനക്ക് മനസ്സിലാവുന്നു പറഞ്ഞത് ഫെബീനിയോ ആണ്. പിന്നീട് എല്ലാവരും റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ യൂറോ കപ്പ് ജയിച്ചവരും കോപ്പ അമേരിക്ക ജയിച്ചവരും തമ്മിലുള്ള ഒരു കളി വെച്ചുകൂടാന്ന് പറഞ്ഞിട്ടാണ് ഫൈനലിസ്മ വെച്ചത്. അന്ന് യൂറോപ്യൻ ടീമിനെ ഇറ്റലിനെ മലത്തി അടിച്ചു അർജന്റീന 3-0 ജയിച്ചു. അപ്പോ മനസ്സിലായി കാണും ഏത് ക്വാളിഫിക്കേഷൻ ആണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന്. അപ്പോ പറഞ്ഞോ, 3-1 ആരെ തോൽപ്പിച്ചിട്ടാണ്? ഇറ്റലിയെ തോൽപ്പിച്ചിട്ടല്ലേ? വേൾഡ് കപ്പ് സ്ക്വാഡ് പോലും കാണാത്ത ഇറ്റലി. അന്ന് യൂറോ കപ്പ് അടിച്ചത് അവരല്ലേ, അവർക്കല്ലേ ക്വാളിഫിക്കേഷൻ അതിന് പറ്റുള്ളൂ. അപ്പോ അന്ന് നല്ല സ്ട്രോങ് ടീമായിരുന്നു, നല്ല ടീം ഉണ്ടായിരുന്നു അന്ന് കളിക്കുമ്പോ. വെറുതെ യൂറോ കപ്പ് അടിച്ചതല്ലോ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബേർഡൻ ഇല്ല. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. എനിക്ക് ആദ്യത്തെ കളിയില് അർജന്റീന ടീം ഗെയിം സ്റ്റേഡിയത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ കമന്ററി കേൾക്കണം. ലൈക്ക് ദേ ഹാവ് ടു സേ ലൈക്ക് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആർ ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ കോരിത്തായിരിക്കും. ആ ഒരു ഫീല് വേണം. ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് മെസ്സി കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞത്. വേൾഡ് കപ്പിന് ശേഷം ഒരു മാച്ചെങ്കിലും കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അല്ല, അവിടെ ഗണേശൻ പറഞ്ഞത് ആ ഒരു ഫീല്, ഈ അർജന്റീന എന്ന് പറയുമ്പോ ഒരുപാട് കേരളത്തിലുള്ളവർക്കും പുറത്തുള്ളവർക്കും അർജന്റീനയോട് തോന്നുന്ന ഒരു വികാരമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു വികാരം യൂറോപ്യൻ ടീംസിന് ഒരിക്കലും അത് കിട്ടാൻ സാധ്യതയില്ല.
കാരണം ബ്രസീലും അർജന്റീന എന്നൊക്കെ ഒരു പൈതൃകമുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രീമിയർ ലീഗ് കണ്ടിട്ടാണ്. പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്ത റൊണാൾഡോ വന്ന ശേഷമാണ്. ഫീഗോ പിന്നെയും പറയാം, ഫ്രാൻസ് സിദാനാണ്. പക്ഷെ അർജന്റീനയും ബ്രസീലിനെയും ഫോളോ ചെയ്യുന്നത് എന്റെ അച്ഛൻ ഒരു അർജന്റീന ഫാനാണ്, എന്റെ മാമൻ അർജന്റീന ഫാനാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഒരു ബ്രസീൽ ഫാനാണ്, എന്റെ ഇളയപ്പ ഒരു ബ്രസീൽ ഫാനാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഒരു പൈതൃകമായി കിട്ടുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരും അർജന്റീന ഫാൻ ആവുന്നതല്ല. ഇപ്പം എന്റെ സ്ഥലം കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് ബീച്ചിലെ ബോട്ടുകളിലും കോട്ടയത്തും ആലപ്പുഴയിലും ഇപ്പം സുദീപ് ഇന്ന് കാണുന്ന കോങ്ങാട് ഫ്ലക്സ് യുദ്ധം. അപ്പം ഒരു അർജന്റീന എന്ന് പറയുന്ന ഒരു 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 രാജ്യം കേരളത്തിന്റെ ഒരു കോൺഷ്യൻസിൽ എന്നും നിലനിൽക്കുന്ന ഒരു ടീമാണ്. നമുക്കറിയാം അർജന്റീന കേരളത്തിൽ കളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ കോമഡിയൊക്കെ കുറെ നടന്നു. അവിടെയൊക്കെ ഈ എക്സൈറ്റ്മെന്റ് വരുന്നത് തന്നെ അർജന്റീന ആയതുകൊണ്ടാണ്. അല്ലാണ്ട് വേറൊരു രാജ്യം ഇവിടെ വന്ന് കളിച്ചില്ലേ എന്നുള്ളൊരു വിഷയമേ അവിടെ ഉണ്ടാവുന്നില്ല. ഓസ്ട്രേലിയ കളിക്കാൻ വരുന്നത്. അതെ അതെ. പിന്നെ ഒരു ഗണേശൻ പറഞ്ഞ പോയിന്റോട് എനിക്ക് ചേർക്കാനുള്ളത്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് അർജന്റീന കളിക്കാൻ വരുമ്പോൾ അവർക്ക് മറ്റൊരു റൈവലറിയിൽ ഒരു ബ്രൗണി പോയിന്റ് പോലും അല്ല, ഒരു സാധനം തീർക്കാനുണ്ട്. ബ്രസീൽ 1958 ശേഷം 62 ക്ലബ് അടിച്ചപ്പോൾ മറ്റൊരു ടീമും ഡിഫെൻഡ് ചെയ്തിട്ടില്ല വേൾഡ് കപ്പ്. അപ്പൊ മെസ്സിക്ക് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 58, 62 പെലെയുടെ കാലഘട്ടമാവാനാണ് സാധ്യത. പെലെയുടെ കാലഘട്ടമാണ്. അപ്പം മെസ്സിക്ക് ഇനിയിപ്പം റെക്കോർഡുകൾ എന്താണ് തകർക്കാനുള്ളത് എന്ന് ചോദിക്കാൻ എല്ലാം കഴിഞ്ഞു. കരിയറിലെ എന്താ പറയാ, 16-ാം വയസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ജർമ്മനി വേൾഡ് കപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന മെസ്സിയെ കാണുമ്പോൾ അവിടെ നിന്ന് വരെ എന്തൊക്കെയാണോ മെസ്സിയെ കുറിച്ച് ആൾക്കാർ പറഞ്ഞത് അതെല്ലാം ഫുൾഫിൽ ചെയ്തൊരു പ്ലെയർ ആണ്. കാരണം ഒരുപാട് പ്രോഡജീസ് വരും, ഇയാളാണ് അടുത്തത് എന്ന് പറഞ്ഞ് വരുന്ന പ്ലെയേഴ്സിന് എപ്പോഴും ലിവപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വരാറുണ്ട്. പക്ഷെ മെസ്സി ആ മാരഡോണയുടെ പ്രൊഫസി എന്നാണ് പറയുന്നത്. അയാള് പറഞ്ഞ ഇവനാണ് അടുത്തത് എന്ന് പറഞ്ഞതെല്ലാം നിറവേറിക്കൊണ്ട് തന്നെയാണ് മെസ്സി ഇവിടെ എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു റെക്കോർഡും ഒരു വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ മെസ്സിക്ക് ബൂട്ടങ്ങ് അയച്ചു വെച്ചിട്ട് അല്ലെ അർജന്റീനയിൽ കുട്ടിക്കാലത്ത് റൊസാരിയോ ഒന്ന് വിട്ടുപോയ അവിടെ ഒരു കസേര ഇട്ട് ഒരു കാപ്പിയും കുടിച്ച് കാലും കയറ്റിയിരിക്കും. സുദീപിന് എന്ത് തോന്നുന്നു അർജന്റീന ഈ വേൾഡ് കപ്പിൽ വരുമ്പോഴുള്ള വികാരം എന്താണ്? അതെ അതെ, ഈ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഈ 3 ഫാൻസ് ഗ്രൂപ്പുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതില് ഒന്ന് ബ്രസീല്, 2 അർജന്റീന, പിന്നെ ഉള്ളത് പോർച്ചുഗൽ. അത് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഭാഗമായിട്ടാണ്. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞേക്കുന്നത് മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ പറഞ്ഞ് അത് കിട്ടി, മെസ്സിക്ക് കിട്ടി. ഇപ്പൊ അപ്പുറത്ത് നെയ്മാറിന് വേൾഡ് കപ്പ് വേണം എന്ന് പറഞ്ഞു നെയ്മാർ ബ്രസീൽ ഫാൻസും, റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ പോർച്ചുഗൽ ഫാൻസും എല്ലാവരും ഇങ്ങനെ നടക്കും. പക്ഷെ അർജന്റീന അതൊക്കെ കൈവച്ചു കഴിഞ്ഞു, മെസ്സി അത് കൈവച്ചു കഴിഞ്ഞു, വേൾഡ് കപ്പ് ഓൾറെഡി നേടിക്കഴിഞ്ഞു. അപ്പൊ ഇവരിപ്പോ ഈ യുദ്ധത്തില്, ഫ്ലക്സ് യുദ്ധത്തിലായാലും മറ്റ് ഫാൻ ഫൈറ്റിലെല്ലാം അർജന്റീന ജയിച്ചു നിൽക്കുകയാണ്. അവര് ഇപ്പോ ചില കമന്റ്സിലൊക്കെ കാണാം, ഈ നമ്മള് ബ്രസീലിനെ കുറിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ അർജന്റീനയെ കുറിച്ച് ചിലർ കമന്റ്സിൽ അർജന്റീനയും ഫേവറേറ്റ് ആണ്, അവരുടെ വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞ് ചിലർ കമന്റ് ഒക്കെ ചെയ്തിരുന്നു നമ്മുടെ ഇതിൽ. അപ്പോ ചിലര് കമന്റ് തിരിച്ചു ചോദിക്കുക, അർജന്റീന എന്തുകൊണ്ട് അർജന്റീന ഫേവറേറ്റ്സ് ഒന്നും അല്ല, അവർ കഴിഞ്ഞ അവിടുത്തെ അതേ ടീം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്, വയസ്സായ ആൾക്കാരാണ്, അവരൊന്നല്ല ഫേവറേറ്റ്സ്, വേറെ കുറെ ടീമുകളാണ് ഫേവറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ യുദ്ധത്തില് വേറെ ഈ എനിക്ക് പാലക്കാട് ഉള്ള കോങ്ങാടാണ് ഇത് നടന്നിട്ടുള്ളത്, ഈ ഫ്ലെക്സിന്റെ ഒരു വലിയ യുദ്ധം. അർജന്റീനയുടെ 160 അടി നീളമുള്ള ഫ്ലെക്സ്. ഗണേശിന്റെ സ്ഥലം പാലക്കാടാണ്. ഇവിടെ ഗണേശൊക്കെ അതിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഫ്ലെക്സ് അടിക്കാനായിട്ട്, 160 മീറ്റർ ഉള്ള ഫ്ലെക്സ്. പക്ഷെ അതിലിപ്പോ ബ്രസീല് കഴിഞ്ഞ ദിവസം അതിലും വലുതൊരെണ്ണം വെച്ചിട്ടുണ്ട് നീളമുള്ളത്. അപ്പൊ അങ്ങനെ ഈ വേൾഡ് കപ്പിന്റെ ഒരു വലിയ ആവേശം എന്ന് പറയുന്ന കേരളത്തിൽ ഈ പറഞ്ഞ ബ്രസീലും അർജന്റീന ഫാൻസും അതുപോലെ റൊണാൾഡോന്റെ പോർച്ചുഗലിന്റെ ഫാൻസുമാണ്. അപ്പൊ ആ ഒരു ആവേശത്തിലാണ് ഇപ്പോ കേരളം മുഴുവനും. അപ്പൊ അങ്ങനെ ഒരു ആംഗിളില് ഈ ഇത് ഫോളോ ചെയ്യുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോ മെസ്സിക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. പക്ഷെ എന്തായാലും ഒരു പ്രഷറും ഇല്ലാതെ
അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിന് മെസ്സിക്ക് എന്താന്ന് വെച്ചാൽ മെസ്സിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. കാരണം മെസ്സി ആയിരുന്നു എല്ലാത്തിന്റെയും സെന്റർ ഓഫ് എവറിത്തിങ്, എല്ലാത്തിനും ഫുൾ ടൈം കളിക്കേണ്ടി വരും. ആ പ്രഷർ മുഴുവനും ഉണ്ടായിരുന്നു. ഇത്തവണ ആ പ്രഷറൊന്നുമില്ല. ചുറ്റും കളിക്കാൻ ഒരുപാട് കിടിലം പ്ലേയേഴ്സ് ഉണ്ട് ടീമില്, സ്ക്വാഡിൽ മുഴുവനും. അപ്പൊ ആ പ്ലേയേഴ്സിനൊക്കെ ഒപ്പം ഒന്ന് നിന്ന് കൊടുത്ത് മുഴുവൻ സമയം കളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ കളിക്കുക, ഫുൾ ഓടി നടന്ന് കളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വളരെ റിലാക്സ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പും കൂടിയാണ് മെസ്സിക്ക് ഇത്. എന്നാൽ അവർക്ക് ജയിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു വേൾഡ് കപ്പാണ്. അപ്പൊ എന്തായാലും എന്താ അസിസ്റ്റന്റ് കോച്ചോ ഇടക്കിടക്ക് എന്താ പറയാ അവിടെ നിന്നിട്ട് ഇടക്ക ഓടിയാൽ മതി, കുറച്ച് ബാക്കി ഗൈഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയാൻ. കളിക്കാണ് മര്യാദ കളിക്കണ്ടേ. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും അതിന് കുറച്ചാക്കി പറയുന്നതല്ല, പക്ഷെ ഈ ഫുട്ബോൾ അധികം കാണാത്തവർ വരെ കാണുന്ന ഒരു ഇവന്റ് ആണ് വേൾഡ് കപ്പ് എന്നുള്ളത്. അതിൽ അർജന്റീനക്കും ബ്രസീലിനുമുള്ള പങ്ക് വളരെ വലുതാണ്. നമ്മള് പലർക്കും ആരാ എന്താന്ന് പോലും അറിയില്ല. അർജന്റീന ടീമിൽ ആരാന്ന് ചോദിച്ചാൽ മെസ്സി, പിന്നെ ആരോ 10 ആൾക്കാര്. അങ്ങനെയാണ് പലർക്കും വേൾഡ് കപ്പ് എന്നുള്ളതും. ആ ഒരു കൾച്ചർ കൊണ്ടുവരാൻ, ആ ഒരു സ്റ്റാച്ചർ കൊണ്ടുവരാനുള്ള ഒരു പ്ലെയർ വീണ്ടും കളിക്കുമ്പോൾ, അത് ഈവൻ പാസ്റ്റ് ഹിസ് പ്രൈം ടൈം, ഈ ഒരു വേൾഡ് കപ്പ് മെസ്സി കളിക്കണോ വേണ്ടയോ എന്നൊരു ഡിബേറ്റ് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. മെസ്സി മാത്രമല്ല പല പ്ലേയേഴ്സും അവരിനി വേണോ ആ സ്ക്വാഡിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയത്താണ്. പക്ഷെ അവരില്ലാണ്ട് ഒരു വേൾഡ് കപ്പ് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. മെസ്സിനെ സംബന്ധിച്ചോളം ഇത് 6ാമത്തെ വേൾഡ് കപ്പ് എങ്ങാനാണ്. തുടങ്ങിയ ആ ഒരു വളരെ ടീനേജ് ആയിട്ടുള്ള സമയത്ത് തുടങ്ങിയ മെസ്സി ഇപ്പോഴും മെസ്സി ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണുന്നു എന്ന് പറയുന്ന കുറെ ഫാൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ വേൾഡ് വൈഡ് എല്ലാ സ്ഥലത്തും ഉണ്ട്. സോ ആ ഒരു ഇമ്പാക്ട് ആണ് വേൾഡ് കപ്പ് കാണാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആവേശം നല്ലതാണ്, നല്ല രീതിയിൽ കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നുണ്ട്. ബട്ട് ഓൺ എ സ്പോർട്ടിംഗ് സെൻസ് കളിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇപ്പോഴും ഈ MLS പോയി ആരും, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉള്ള ഒരു സമയം അങ്ങനെയാണ്. ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്റെ അഗൈൻ റിപ്പോർട്ട്സ് പ്രകാരം വായിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ ടീം ട്രെയിനിങ്ങിൽ പോലും ഇപ്പോഴില്ല, ഇൻഡിവിജ്വൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ വലിച്ചു കൊണ്ടുവന്ന് കളിപ്പിക്കേണ്ട ഒരു ആവശ്യം അർജന്റീനക്ക് ഉണ്ടോ? അത്രക്കും ഒരു ദാരിദ്ര്യം ഉള്ള ഒരു സ്ക്വാഡ് അല്ലല്ലോ അത്. മെസ്സി കളിക്കണോ വേണ്ടത് മെസ്സിയില് തീരുമാനിക്കുന്നു, അർജന്റീന സ്ക്വാഡ് ഒന്നുമല്ലല്ലോ. ആണോ? പിന്നെ തീരുമാനിക്കുന്നത് ആസ് എ പ്ലെയർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പലരും ഞാനാണ് നല്ല കളിക്കാരൻ, ഞാൻ കളിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? നല്ല കളിക്കാരൻ മെസ്സി എന്നൊരു വ്യത്യാസമില്ലേ? മെസ്സി ഇസ് എന്താ പറയാ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്ലെയർ. അപ്പൊ മെസ്സിക്ക് if there is anybody who shouldn't be defending, that is Messi. Everybody else should defend. ക്ലോപ്പ് പറഞ്ഞിരുന്നു. പക്ഷെ അത് മെസ്സി when it was in between 19 and 34 years, 38-39 വയസ്സായി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത്, അതും ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉള്ള സമയത്ത് എന്താണ് ഗണേശ മെസ്സി? ഞാൻ MLS കാണാറൊക്കെ ഉണ്ട്. അന്ന് ഹാംസ്ട്രിങ് ഇഞ്ചുറി മെസ്സി സബ് ചെയ്യാൻ പറഞ്ഞത് പ്രിക്കോഷണറി സബ്ബാണ്. ഹാംസ്ട്രിങ് ഇഞ്ചുറി ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഫീൽ അവിടെ പെയിൻ ചെയ്തു, അവിടെ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു പെയിൻ, അല്ലാതെ വലിയ ഇഞ്ചുറി ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോ മറ്റേ നമ്മള് CSKയില് ധോണി മെന്റർ ആയിട്ട് വരുന്ന പോലെ അല്ല ഇപ്പൊ മെസ്സി ഉള്ളത്. ഇവിടെ ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. സോ ഹി സ്റ്റിൽ ഗോട്ട് സംതിങ് ടു പ്രൂവ്. ലൈക്ക് ഇപ്പൊ ക്രിസ് വെച്ചതുപോലെ ഈ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ട് വന്നിട്ട് തിരിച്ചു ഒരു കൊല്ലം കൂടെ ഈ കപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോ ഇപ്പൊ ഗെയിം സീൽ ചെയ്യാം, ഗ്രൂപ്പ് സ്റ്റേജസിൽ ഗെയിം സീൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഹി വോണ്ട് പ്ലേ ദി അതർ മാച്ച്. മേ ബി മെസ്സി വാണ്ട്സ് ടു പ്ലേ. ലൈക്ക് ആ ഗോൾ റെക്കോർഡ് ഒരെണ്ണമുണ്ട്, അതായത് വേൾഡ് കപ്പിൽ. അപ്പോ അത് ബീറ്റ് ചെയ്യാനാണ് മെസ്സി മെയിൻ ആയിട്ട് നോക്കുക, ഇൻഡിവിജ്വൽ റെക്കോർഡ്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എല്ലാ കളിയും കളിക്കാൻ സാധ്യതയുണ്ട്.
പിന്നെ പറഞ്ഞോട്ടെ. അല്ല, ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ ആണ്, വേറൊന്നല്ല. മെസ്സി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം ഈ മെസ്സിയും റൊണാൾഡോ ആണല്ലോ. ക്രിസ്ത്യാനോ റൊണാൾഡോ തമ്മിലുള്ള മത്സരം നേരത്തെ തുടങ്ങിയതാ. റൊണാൾഡോ ഇതുവരെ കളി നിർത്തിയിട്ടില്ല. അതുകൊണ്ടാണോ മെസ്സി നിർത്താത്തത്? അയ്യേ മെസ്സി നമ്മളിപ്പോ പറയുമ്പോ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ മെസ്സി ഈസ് ഓൺ അനദർ ലെവൽ എന്ന് വേണം പറയാൻ. രണ്ടുപേരും ഇഷ്ടമാണ്. ഡിഫറെന്റ് പ്ലേയേഴ്സ് എന്ന് വേണം പറയാൻ. ഞാൻ ഗണേശൻ പറഞ്ഞോട് യോജിക്കുന്നുണ്ട്. കാരണം മെസ്സി CSK ധോണി ഒന്നും ആയിട്ടില്ല. മെസ്സി സ്റ്റിൽ ഹാസ് എന്താ പറയാ ഗോൾസ് ആൻഡ് പെർഫോമൻസസ് ടു ഡെലിവർ. അപ്പോ എനിക്ക് തോന്നുന്നത് മെസ്സിക്ക് ഈ വേൾഡ് കപ്പിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് MLS സ്പീഡ് തന്നെയാണ് ഇന്റർനാഷണൽ ഫുട്ബോളിന്. അതായത് പ്രീമിയർ ലീഗിലോ യൂറോപ്യൻ ലീഗ്സിന്റെ ആ ഒരു സ്പീഡ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ പൊതുവെ കാണാറില്ല. അത് മെസ്സിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മെസ്സി ഒന്നാമത് താമസിക്കുന്നത് അവിടെ തന്നെയാണ്. സോ ഹി നോസ് ദ കണ്ടീഷൻസ് റിയലി വെൽ. സോ മെസ്സിക്ക് ഹി നോസ് ദ സ്റ്റേഡിയംസ് ഓൾസോ വെൽ. ആ സ്റ്റേഡിയത്തിലെല്ലാം മെസ്സി കളിച്ചതാണ്. ഇനി പുതിയ സ്റ്റേഡിയം വന്നാൽ അറിയില്ല. സോ അങ്ങനെ നോക്കുമ്പോ മെസ്സി വിൽ ബി എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ടൂർണമെന്റ്. എനിക്ക് തോന്നുന്നില്ല മെസ്സി ഇരുന്ന് കളിക്കാൻ പോവാണെന്ന്. മെസ്സി വിൽ സ്റ്റാർട്ട് മോസ്റ്റ് ഗെയിംസ്. നമുക്ക് സ്ക്വാഡിലേക്ക് പോവാം. മെസ്സി റൊണാൾഡോ ഒക്കെ വിട്ടിട്ട് എന്താണ് ആക്ച്വലി അർജന്റീനക്ക് ഈ വേൾഡ് കപ്പിൽ ചെയ്യാൻ പറ്റുക നോക്കാം അല്ലെ? യെസ്, നമുക്ക് സ്കോഡ് നോക്കാം. സ്കോഡ് ഞാൻ തന്നെ വായിക്കാം. അപ്പോ സ്കോഡില് ഗോൾ കീപ്പേഴ്സ് ഓഫ് കോഴ്സ് എമിലിയാനോ മാർട്ടീനസ് ആണ് ആസ്റ്റൺ വില്ലയുടെ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പർ. പിന്നെ യുവാൻ മുസോ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗോൾ കീപ്പറാണ്. ജെറോനിമോ റൂലി മാസെ ഗോൾ കീപ്പറാണ്. എനിക്ക് മാർട്ടീനസ് തന്നെയാണ് സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പറായിട്ട് ഉണ്ടാവുക. കമന്റ്സ് ഉണ്ടോ ഗോൾ കീപ്പേഴ്സിനെ കുറിച്ച് ഗണേശ? എമിലിയാനോ മാർട്ടിനസ് ഒരു നല്ല ഇന്റർനാഷണൽ ഗോൾ കീപ്പറാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ലിവർപൂൾ ഫാൻസിന് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിലും ഒരു വേൾഡ് കപ്പ് പോലെ ടൂർണമെന്റിന് ആലിസനെക്കാട്ടും ബെറ്റർ കീപ്പർ മാർട്ടിനസ് ആണ്. ആലിസന്റെ ബ്രസീൽ ഫാൻസും ഒരുപാട് പേർക്കും ആ കാര്യത്തിൽ ഒരു റിസർവേഷൻ ഉണ്ട്. കാരണം നോക്കൌട്ട് ഗെയിംസ് വരുമ്പോൾ പെനാൽറ്റി ഒക്കെ കിട്ടുമ്പോൾ ഐ തിങ്ക് എമിലിയാനോ ഒരു ന്യൂസൻസ് ആണ്. പുള്ളിയുടെ ഗെയിം ഒരു ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ഇന്റർനാഷണൽ ലെവലിൽ വരുമ്പോൾ പുള്ളിയുടെ എന്താ ഓവറോൾ കീപ്പിങ്ങോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടാവും. പക്ഷെ പുള്ളി അവിടെ ഉണ്ടാവുമ്പോൾ ഡിഫൻസിനും എസ്പെഷ്യലി ഫാൻസിനും ഉണ്ടാവുന്ന ഒരു ഊർജ്ജമുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആൻഡ് ഐ ഫീൽ പെനാൽറ്റീസ് വിൽ കം ഇൻ ടു പ്ലേ ഇൻ ദിസ് വേൾഡ് കപ്പ്. കാരണം ഈ ചൂടത്ത് അവസാനത്തിൽ എത്തുമ്പോഴേക്കും എക്സ്ട്രാ ടൈമിലൊന്നും ഓടാനുള്ള ശേഷി പല ടീംസിനും ഉണ്ടാവില്ല. ഗണേശൻ എന്തെങ്കിലും മാർട്ടിനസിനെ കുറിച്ച് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, നമുക്ക് മാർട്ടിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ സെക്കൻഡ് ഗോൾ കീപ്പറും തേർഡ് ഗോൾ കീപ്പർ ആയിട്ട് ഇരുന്നതാണ് ആർസണലിൽ. അപ്പോ ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ട് മാറി കുറെ ടീം അസംബ്ലിയിലേക്ക് പോയി. അർജന്റീനയിൽ അറിയപ്പെട്ടു. വേൾഡ് കപ്പ് വിന്നിംഗ് ഗോൾ കീപ്പറായി. ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂറോപ്പ ലീഗ് അടിച്ചു. സോ അങ്ങനെ എന്താ ക്രിസ് പറയുന്ന പോലെ ബിഗ് സ്റ്റേജ് ടൂർണമെന്റ്സിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഈസ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന്. സോ ഡിഫൻഡേഴ്സിനും മിഡ്ഫീൽഡേഴ്സിനും ഒരു ഗ്യാരണ്ടിയാണ്. ഓക്കെ, മാർട്ടിനസ് ഈസ് ദെയർ ടു സേവ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ആ കൊളോമുവാനിയുടെ ഷോട്ട് ഞാൻ കാണില്ല. എനിക്ക് ഇപ്പോഴും പേടിയാണ്. ഐ ഡോണ്ട് നോ ഹൗ ഹി സേവ്ഡ്. ആ ഇഞ്ചുറി ടൈമിൽ അടിച്ചത് എനിക്ക് ഇപ്പോഴും പേടിയാണ്. ഞാൻ ആ പാർട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിക്കും, ഫോർവേഡ് ചെയ്യും. എനിക്കത് കാണാനുള്ള ശക്തി എനിക്കിപ്പോഴും ഇല്ല. സത്യം, കപ്പടിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ കപ്പുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും. അങ്ങനെ എന്നെ പോലെ കുറെ ഫാൻസുകളുണ്ടാവും, ഉറപ്പാണ്. ആ ഒരു സ്റ്റേജ് മാത്രം കാണില്ല. ഗോൾ ആവില്ല എന്ന് അറിഞ്ഞാലും ആ സ്റ്റേജ് കാണില്ല ആ വീഡിയോയില്. എനിക്ക് ഭയങ്കര പേടിയാണ് അത് കാണാൻ. അപ്പോ ആ ഒരു ധൈര്യമുണ്ട് മാർട്ടിനസ് ഈസ് ദേർ എന്ന് പറഞ്ഞു. ഡിഫൻഡേഴ്സ് നോക്കാം. നമുക്ക് ഡിഫൻഡേഴ്സ് ആയിട്ട് ലിയനാർഡോ ബലേഡി, പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് ഓഫ് കോഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലെയർ, പിന്നെ ഫക്കൻഡോ മെഡീന, നാവൽ മൊലീന, പിന്നെ ഗൊൺസാലോ മൊണ്ടിയൽ, നിക്ലസ് ഓട്ടമെൻഡി, ക്രിസ്ത്യൻ റൊമേറോ, നിക്ലസ് ടാഗ്ലിയാഫിക്കോ. ഇതാണ് ഡിഫൻഡേഴ്സ്. ഇവിടെ സ്റ്റാർട്ടിംഗ് സെന്റർ ബാക്സ് ആയിട്ട് റൊമേറോയും പിന്നെ ലിസാൻഡ്രോ ആയിരിക്കും അല്ലെ?
ഇവിടെയാണ് എനിക്ക് ടീമിൽ റിസർവേഷൻ ഉള്ളത്. ഈ കോച്ചിലും ഒരു മാനേജറിലും ഒരു ചെറിയ റിസർവേഷൻ ഉള്ളത്. ഫേവറേറ്റ്സിനെയാണോ എടുത്തുകൊണ്ടുപോയത്? ലൈക്ക് റൊമേറോ MCL ടയർ എങ്ങാനും ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഓട്ടോമാറ്റി 37, 38 അങ്ങ് എത്തി എന്തായാലും. പിന്നെ ഉള്ളത് തേർഡ് ചോയ്സ് എന്ന് പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസും ഈ സീസണിൽ അധികം കളിച്ചിട്ടില്ല. ഇഞ്ചുറി ആയിരുന്നു, ഇപ്പം റിക്കവർ ആയിട്ടുണ്ടെങ്കിലും ഈ സീസണിൽ അധികം കളിച്ചിട്ടില്ല. അപ്പം ഇവരൊക്കെ ടീമിലേക്ക് വരുന്നത് എനിക്ക് മുന്നേ പരിചയമുള്ള കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച അതേ ടീമിൽ ഉള്ള അതേ ജയിച്ച ടീമുകളല്ലേ, അപ്പൊ അങ്ങനെ തന്നെ വന്നോട്ടെ എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണോ എന്നുള്ളതാണ്. ഒരു ഇഞ്ചുറി സ്കെയർ ഉള്ള ഒരാളും 38 വയസ്സായിട്ടുള്ള ഒരു ഓപ്ഷനും ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഓപ്ഷനാണ് ഇവർ ഫസ്റ്റ് 3 ചോയ്സസ് സെന്റർ ബാക്കില്. അപ്പം അത് എത്രത്തോളം ഒരു ഫുൾ ഒരു ഗെയിമോ 2 ഗെയിമോ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ നോക്കൌട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇവർക്ക് അത് പിടിച്ചു നിൽക്കാനുള്ളത് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഫെറ്റീഗ് ആയാലും ഇഞ്ചുറി കൺസേൺസ് ആയാലും അങ്ങനെ വന്നാൽ അത് വല്ലാണ്ട് ബാധിക്കൂലേ? എന്തിനാ അങ്ങനെ ഒരു റിസ്ക് എടുത്ത? ആക്ച്വലി മാർക്കോ സെനേസി എന്ത് കിടിലൻ ഫോമിലായിരുന്നു ഈ സീസണിൽ ബോൺമത്തില്. അപ്പോ അങ്ങനെ ഒരു പ്ലെയർ അർജന്റീന നാഷണൽ ടീമിൽ കളിച്ചിട്ടുമുണ്ട് പല കളികളും. അങ്ങനെ ഒരു പ്ലെയർ ഉള്ള സ്ഥിതിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തേക്കണത്? കാരണം ഡിഫൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വേൾഡ് കപ്പില്. അപ്പൊ അതിൽ ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള പ്ലെയർ, അതുപോലെ അധികം കളിക്കാത്ത പ്ലെയർ നോക്കുമ്പോൾ സെനേസി അങ്ങനെയല്ല എത്ര കളിയാ കളിച്ച്, അതും ഹൈ ഇന്റൻസിറ്റി കളിക്കുന്ന ബോൺമത്തില്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ എന്തുകൊണ്ടായിരിക്കും ഒഴിവാക്കിയിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നു ആ ഹൈ ഇന്റൻസിറ്റി ഇവിടെ കളിക്കുന്നില്ലല്ലോ. നമുക്ക് ആ മിഡ്ഫീൽഡ് കണ്ടാൽ തന്നെ ഏകദേശം ആകെ പേടിയുള്ളത് ഇഞ്ചുറി റിസ്ക് ആണ്. 3 തൊട്ടാ പൊട്ടുന്ന ആൾക്കാരാണ്. ലിസാൻഡ്രോ മാർട്ടിനസ് ആവട്ടെ, ക്രിസ്ത്യൻ റൊമേറോ ആവട്ടെ, ഓട്ടോമെന്റി ആയിക്കോട്ടെ. അപ്പോ ഈ ഒരു 3 ഇഞ്ചുറി പെട്ടെന്നാവുന്ന കണ്ടീഷനില് ആൾക്കാർ ഈ 3 പേരെ തന്നെ കൊണ്ടുപോകണോ? ഒരു ലിയനാർഡോ ബലേർഡി ഉണ്ട് സെന്റർ ബാക്ക് കളിക്കുന്നത്, 27-28 വയസ്സായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ഗെറ്റ് എ ചാൻസ്, ബട്ട് ആരെങ്കിലും ഇഞ്ചുറി ആയ ആ പ്ലെയർ കളിക്കേണ്ടി വരും. അപ്പോ അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം കളിക്കുന്ന പ്ലെയർ മേ ബി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയൊരു എന്താ പറയാ പോസിറ്റീവ് തിങ്. അത് ചെയ്തിട്ടില്ല. മേ ബി അതെന്തായാലും ചിലപ്പോൾ തിരിച്ചടിക്കുന്ന തോന്നണം. കാരണം വെച്ചാൽ വെറുതെ പറയുന്നില്ല, മാർക്കോ സെനേസി ബോൺമൗത്തിന്റെ പ്ലെയർ ഓഫ് ദി ഇയർ ആണ്. യൂറോപ്പ ലീഗിലേക്ക് ക്വാളിഫൈ ആയ ബോൺമൗത്തിന്റെ പ്ലെയർ ഓഫ് ദി ഇയർ ആണ്. മുമ്പ് കുറച്ച് റിസർവേഷൻ ഉണ്ടായിരുന്നു, അത് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന അർജന്റീനിയൻസിനൊന്നും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു അർജന്റീനിയൻ ടീം. ഇപ്പൊ എല്ലാ യൂറോപ്യൻ ടീംസിന്നും അർജന്റീന പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാ മാർക്കോ സെനേസി എടുക്കാത്തതിൽ വലിയൊരു മിസ്റ്റേക്ക് ആണ് മാർക്കോ സെനേസിനെ എടുക്കാത്തത്. അതെന്തായാലും തിരിച്ചടിക്കും, ഉറപ്പായിട്ട് അടിക്കും. അടിക്കുകയാണെങ്കിൽ അവിടെ അടിക്കുള്ളൂ. കാരണം ഇവരെ കൊണ്ട് ഇപ്പൊ നീ പറയുന്ന പോലെ എക്സ്ട്രാ ടൈമിലേക്ക് പോവാണെങ്കിൽ ഇവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടെ ഒരു മറ്റേ ലെഗ്സ് എന്തായാലും അതിൽ വെയിറ്റ് തോന്നും. ഒരു ആവശ്യമില്ലാത്ത ടാക്കിൾ പ്രതീക്ഷിക്കാം, ഒരു പെനാൾട്ടി പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കുറെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ അതിലൊക്കെ മര്യാദക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഇത് ജയിക്കാൻ പറ്റുള്ളൂ. കാരണം വേൾഡ് കപ്പ് ആണ്. ആവശ്യമില്ലാത്ത ടാക്കിൾ എന്ന് പറഞ്ഞപ്പോഴാണ് റൊമേറോക്ക് ഇഞ്ചുറി വന്നില്ലെങ്കിൽ റൊമേറോക്ക് റെഡ് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അല്ല, എനിക്ക് എന്റെ അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കലോണി കളിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോ ഇന്നലെ ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞ പോലെയും ബ്രസീലില് ആൻസലോട്ടിനെ കുറിച്ച് പറഞ്ഞ പോലെയും ടുക്കൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ ടീംസും അങ്ങനെ എക്സ്പാൻസീവ് ആയിട്ട് കളിക്കുന്ന ടീംസ് അല്ല. അപ്പോ എനിക്ക് തോന്നുന്നു സുദീപ് ഇവരെ മിഡ്ഫീൽഡ് വായിച്ചാൽ തന്നെ ഏകദേശം ആ സെന്റർ ബാക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എനിക്കൊരു പോയിന്റ് ഡിഫൻസീവ് ഇതില് എനിക്കൊരു പോയിന്റ് പറയാനുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു മൊമെന്റ് ആണ്. കാരണം ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോ ഒരു ഗെയിം കണ്ടു. അതായത് വണ്ടി പോകുമ്പോ മറ്റേ ക്യാബില്. അപ്പോ അന്ന് ബോൺമൗത്ത് ചെൽസി ആയിരുന്നു കളി. അപ്പോ അന്ന് ഞാൻ ഓർക്കുന്നു ഡിലാപ്പും സെനേസി ആയിട്ട് ഒരു അടിയുണ്ട്, ഒന്നും തള്ളും ഉണ്ടായി. ഡിലാപ്പ് സെനേസിനെ ഫൗൾ ചെയ്തു. പക്ഷെ തിരിച്ചു
അതിന്റെ ഇരട്ടിക്ക് കൊടുത്തു. ഡിലാപ്പ് ഇഞ്ചറി ആയിട്ട് കയറിപ്പോയി, ഷോൾഡർ ഇഞ്ചറി ആയിട്ട് കയറിപ്പോയി. അന്ന് അതിനുശേഷം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് ഈ നാഷണൽ ടീമിന്റെ കളി കാണുന്ന ആൾക്കാർ മാത്രം ചോദിച്ചു ഈ സെനേസി ഏത് ടീമാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അർജന്റീന കളിക്കുന്ന പ്ലെയർ ആണ്. ഓ, ഇവനൊക്കെ നമ്മുടെ അവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവില്ലേ, ചവിട്ട് കുത്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്, കിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്ന ആളാണ്. പിന്നെ അന്ന് ബോൾ പ്ലേയിങ് എബിലിറ്റി ഒക്കെ കണ്ടു അവര്, അമ്മാതിരി പാസിംഗ് ആയിരുന്നു. അപ്പോ ഇത്രയും ക്വാളിറ്റി ഉള്ള പ്ലെയറിനെ എടുക്കാത്തതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അറിഞ്ഞു കാണും സെനേസി ഇല്ലാത്തത്. എന്റെ അടുത്ത് കുറച്ചുപേർ ചോദിച്ചു എന്താ എടുക്കാത്തെന്നൊക്കെ ചോദിച്ചു. അപ്പോ എനിക്കത് ഇവിടെ ഒന്ന് പറയണം എന്ന് മാത്രം. സെന്റർ ബാക്സ് എന്ന് പറയുമ്പോൾ ഫുൾ ബാക്ക് ആയാലും അവരുടെ ലെഫ്റ്റ് ബാക്ക് ഡെഫിനറ്റ്ലി നിക്കലസ് ടാഗ്ലിയഫിക്കോ ആണ്. അവൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വേറെ ലെഫ്റ്റ് ബാക്ക് ഉണ്ടോ? കളിക്കും, മറ്റേ മൊളീന കളിക്കും. മൊളീന കളിക്കും. മൊളീന അത്ലറ്റിക്കോ മാഡ്രിഡില് ലെഫ്റ്റ് ബാക്ക് കളിച്ചിട്ടുണ്ട്. മൊളീന കളിക്കും. രണ്ട് സൈഡ് ഇല്ല, രണ്ട് സൈഡും കളിക്കും. മൊളീന കളിക്കും. ഇപ്പുറത്ത് മൊണ്ടിയലുണ്ട്. പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസിന് ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ പറ്റില്ല. പിന്നെന്താ, ഫില്ലേഴ്സിലെ വാലന്റീൻ ബാർക്കോ ഉണ്ട്, സ്ട്രാസ്ബർഗിലെ പ്ലെയർ. അയാളും ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്, നല്ല ടെക്നിക്കൽ ആയിട്ടുള്ള കിട്ടുന്ന പ്ലെയറാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ലെഫ്റ്റ് ബാക്കിക്ക്. ഓക്കെ, മിഡ്ഫീൽഡേഴ്സ് അത് തന്നെ. ആദ്യത്തെ വാലന്റീൻ ബാർക്കോ, പിന്നെ അതുപോലെ റോഡ്രിഗോ ഡിപോൾ ഉണ്ട്, എൻസോ ഫെർണാണ്ടസ്, യവന് ലോസെൽസോ, അലക്സിസ് മാക്കലിസ്റ്റർ നമ്മുടെ ലിവർപൂൾ പ്ലെയർ ഉണ്ട്, പിന്നെ ഇസെക്കിയൽ പലാഷിയോസ്, ലിയാൻഡ്രോ പരഡേസ്. ഇതാണ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് സ്ക്വാഡിലുള്ളത്. എങ്ങനെയായിരിക്കും മിഡ്ഫീൽഡ് നിര? പിന്നെ സംശയമില്ലല്ലോ, ഇവര് എന്തായാലും റോഡ്രിഗോ, എൻസോ, മെക്കലിസ്റ്റർ, ഇവര് മൂന്നുപേരായിരിക്കും മിഡ്ഫീൽഡ് കളിക്കുക അല്ലെ? എൻസോ മെക്കാലിസ്റ്റർ മെസ്സിന്റെ ബോഡി ഗാർഡ് അങ്ങനെ പറയണം. മെസ്സിന്റെ ബോഡി ഗാർഡാണ്. അല്ല, റോഡ്രിഗോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഡിഫൻസിനെ അങ്ങ് നോക്കിക്കോളും. പുള്ളിയുടെ സ്റ്റൈലും പുള്ളിയുടെ എന്താ പറയാ, പുള്ളിയൊക്കെ ശരിക്കും ഇന്റർ മയാമിയിൽ തന്നെ കളിക്കുന്നതാണ്. അപ്പോ അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവർ അവിടെ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. MLS ക്വാളിറ്റി ഞാൻ പറയുന്നില്ല, പക്ഷെ ക്ലൈമറ്റും ഒക്കെ അവർക്ക് യൂസ്ഡ് ആയിരിക്കും. അതെ, പിച്ചിന്റെ ക്വാളിറ്റി യൂസ്ഡ് ആയിരിക്കും. അവിടെ ആകെ നമുക്കുള്ള ടെൻഷൻ ഏത് മെക്കാലിസ്റ്റർ ആണ് വേൾഡ് കപ്പിൽ എത്തുക എന്നുള്ളതാണ്. 2024 മെക്കാലിസ്റ്റർ ആണോ 2025 മെക്കാലിസ്റ്റർ ആണോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് വരാനുള്ളത്. കാരണം ലൊസെൽസോ ഉണ്ട്, പലാസിയോസ് ഉണ്ട്, പാരഡൈസ് ഉണ്ട്. ബട്ട് സ്റ്റാർട്ടിംഗ് ഗെയിം എന്തായാലും മെക്കാലിസ്റ്റർ ആയിരിക്കും. ആൻഡ് എൻസോ, റോഡ്രിഗോ, മെക്കാലിസ്റ്റർ ഇസ് ആസ് ഗുഡ് ആസ് മിഡ്ഫീൽഡ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. സോ അവർ ആരും ഏജ് ആയിട്ടില്ല. സോ ലൊസെൽസോ ആവും ഫസ്റ്റ് സബ്. അത് ഡിപ്പെൻസ് ഓൺ ദ ഗെയിം. ഇമാതിരി കളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ കാര്യം ചോദിക്കട്ടെ ഗണേശ, ഈ മെസ്സി കളിക്കണ സമയത്ത് മെസ്സി അങ്ങനെ നടക്കുകയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ചെയ്യുക. അങ്ങനെ അപ്പൊ മെസ്സിക്ക് വേണ്ടി ഇവർക്ക് മൂന്നുപേർക്കും ഓടി എത്താൻ പറ്റുന്നുള്ള നല്ല ബിലീഫ് ഉണ്ടാവില്ല വേൾഡ് കപ്പിൽ ചെയ്തതല്ലേ മൂന്നുപേർക്കും കൂടി. മെസ്സി ആ പോക്കറ്റ് സ്പേസിൽ നിൽക്കും. ബോൾ കിട്ടിയാ പിന്നെ അറിയാം എന്താ നടക്കുന്നത്. മെസ്സി നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയട്ടെ, മെസ്സി നടക്കാൻ തുടങ്ങിയിട്ട് എന്താ 20-25 കൊല്ലായി. മെസ്സി നടക്കട്ടെ, മെസ്സിന്റെ കയ്യില് ബോൾ കിട്ടട്ടെ. അവിടെയാണ് ശരിക്കും ഈ മിഡ്ഫീൽഡിന്റെ ഗുണം. ഈ ബോൾ വിന്നേഴ്സ് ആയ, ബോൾ പ്ലേയേഴ്സ് ആയ മിഡ്ഫീൽഡേഴ്സ്. നമ്മൾ ഇന്നലെ ശരിക്കും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ ടീമിന്റെ ഒരു കുറവ് ശരിക്കും ഇവരുടെ മിഡ്ഫീൽഡ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഫ്രാൻസ് എത്രത്തോളം കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞാലും ഈ ക്വാളിറ്റി എൻസോ ഇപ്പൊ ചെൽസിയിൽ വന്നിട്ട് അങ്ങൊന്നും ആയിരിക്കും. എൻസോ ഒരു എന്താ പറയാ, ചെൽസിക്കാരെ ഇതാക്കാൻ വേണ്ടി പറയുന്നില്ല. എൻസോ ഒരു പ്രോപ്പർ ടീമിൽ പോയ ഇത് സ്റ്റാർ. അതായത് പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു എവിടെ ബെൻഫീക്കയിൽ കളിക്കുമ്പോൾ, ഇഫ് ഐ എം നോട്ട് റോങ്. ബെൻഫീക്കയല്ലേ? അതെ. പിന്നെ പ്രീമിയർ ലീഗിൽ വന്നു, ഈ ബിക്കേം മോർ ഓഫ് എ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ. പിന്നെ നമ്പർ 10 കളിപ്പിച്ചു, എല്ലായിടത്തും കളിപ്പിച്ചു. ആൻഡ് ഐ തിങ്ക് ഹി ഈസ് ബീൻ ഗുഡ് എവറിവെയർ. സോ അവർക്ക് ആ ഒരു ടെൻഷൻ, എനിക്ക് അതിനകത്ത് ടെൻഷൻ ഈ പറഞ്ഞ പോലെ ഗണേശൻ പറഞ്ഞ പോലെ മെക്കാലിസ്റ്റർ എത്രത്തോളം ഏത് മെക്കാലിസ്റ്റർ ആണ് എന്നുള്ള ചോദ്യത്തിലാണ് അവരുടെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഒരു ബാലൻസ് പോവാൻ സാധ്യത. പലാസിയോസ് മോശമല്ല, ലെസൽസോ മോശമല്ല, പക്ഷെ ആ ഒരു കോമ്പിനേഷൻ
മെസ്സിയും മെക്കാലിസ്റ്ററും ഉള്ള അണ്ടർസ്റ്റാൻഡിങ്, എൻസോയുടെ അണ്ടർസ്റ്റാൻഡിങ്, അത് വാസ് വെരി ഇമ്പോർട്ടന്റ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് വിന്നിംഗ് ദ വേൾഡ് കപ്പ്. അത് മെക്കാലിസ്റ്റർ എന്തായിരിക്കും എന്നുള്ളതാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. മെസ്സിനെ കംപ്ലീറ്റ്ലി മാർക്ക് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു അതിന് മുന്നേ 2022 18 അതിന് മുന്നേ മെസ്സിനെ മാർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷെ ഇവര് മൂന്നാള് വന്നതിന് ശേഷം അത് മാത്രം വെച്ച് മുന്നോട്ട് പോകില്ല. കാരണം ദീസ് പീപ്പിൾ ക്യാൻ ടേക്ക് ദ ബോൾ ആൻഡ് പ്ലേ ദ ബോൾ. മെസ്സിനെ മാർക്ക് ചെയ്ത 4 ആളവിടെ പോയാല്, 3 ആളവിടെ പോയാല് ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ 3 ആളവിടെ പോയി നിന്നോ, ഞങ്ങൾക്ക് എല്ലാതെയും കളി നടത്താം എന്ന് തെളിയിച്ചവരാണ്. അതിലൊരു വളരെ വൈറ്റൽ പോയിന്റ് മെക്കാലിസ്റ്ററിന് ഫസ്റ്റ് ടൈം പാസസ് കൊടുക്കാനും ബാക്കിയുള്ളവർ അധികം ശ്രദ്ധിക്കാത്തതും കാണാത്തതുമായ പാസുകൾ കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. മാർക്ക് ചെയ്യുന്ന പരിപാടി ഇനി നടക്കൂല, കാരണം ഫോർവേഡ് ലൈൻ വായിച്ചത് മനസ്സിലാവും. ഐ തിങ്ക് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി ഹോൾ സ്ക്വാഡ് ഇസ് ദി ഫോർവേഡ് ലൈൻ. ഫോർവേഡ്സ് ഒന്ന് തിയാഗോ അൽമഡ, അത്ലറ്റിക്കോ മാഡ്രിഡിലെ പ്ലെയർ ആണ്. പിന്നെ യൂലിയൻ അൽവാരസ്, അതും അത്ലറ്റിക്കോ മാഡ്രിഡ്. നിക്കോളാസ് ഗോൺസാലസ്, യോസെ മാനുവൽ ലോപ്പസ്, ലൗറ്റാറോ മാർട്ടിനസ്, പിന്നെ ഓഫ് കോഴ്സ് മെസ്സി, നിക്കോളാസ് പാസ്, ഗുലിയാനോ സിമിയോണി. നല്ല ഫോർവേഡ് തന്നെയാണ്. ലൗട്ടാറോ മാർട്ടിനസ് എന്താ അതല്ലേ, നിക്കോ പാസ് പോളി ഞങ്ങളുടെ അടുത്ത ഫ്യൂച്ചർ ആണ്. അതാണ് ഓബിൻ പറഞ്ഞ പോയിന്റ്. എനിക്ക് ഗണേശനോട് ചോദിക്കാനുള്ളത്, ആസ് ഇത്രയും കീൻ ആയിട്ട് അർജന്റീന ഫോളോ ചെയ്യുന്ന ആളെ ചോദിക്കുന്നു, ആര് കളിക്കും? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ട് നിക്കോളാസ് ഗോൺസാലസ് കളിക്കും, ഷുവറായിട്ട് കളിക്കും. ഫ്രണ്ടില് അൽവാരസ് കളിക്കും, പിന്നെ മെസ്സി. ഇതായിരിക്കും ടീം. ഇനിയിപ്പോ ഗെയിം സീൽ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സിക്ക് പകരം നിക്കോ പാസ് വരും, ആൽവറസിന് പകരം ലത്താറോ മാർട്ടിനസ് വരും, മറ്റേ നിക്കോളാസ് ഗോൺസാലസിന് പകരം നമ്മുടെ തിയാഗോ അൽമേഡ വരും. ഇതായിരിക്കും മെയിൻ. എങ്കിലും ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം തിയാഗോ അൽമേഡ ഇസ് റിയലി ഗുഡ്. ഈ ഷൂട്ട് സൈറ്റ് എന്നൊക്കെ പറയുന്ന പ്ലെയർ ആണ്. അൽവറസിനെ പോലെ സെയിം കൈൻഡ് ഓഫ് പ്ലെയർ ആണ്. അടിച്ചു പൊട്ടിക്കുക, പെട്ടക്കെ പോസ്റ്റിക്ക്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് നിക്കോളാസ് പാസിനെ അറിയാത്തവരുണ്ടാവും. ഇത്തവണ ആദ്യമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർ ആവാൻ സാധ്യതയുള്ള അർജന്റീനിയൻ ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള, അതായത് എല്ലാവരുടെയും നാവിൻ തുമ്പിൽ ഈ പേര് അധികം കളിച്ചില്ലെങ്കിലും അടുത്ത വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും സുപരിചിതനായ ഒരു പ്ലെയർ ആവാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ് നിക്കോളാസ് പാസ്. എങ്ങനെയായിരിക്കും ലൈക്ക് ഇപ്പം ആൽവാരസ് മെസ്സിക്ക് വേണ്ടി ഓടേണ്ടി വരും, അതിൽ സംശയമില്ല. 2 പൊസിഷൻ കളിക്കേണ്ടി വരും ഡിഫെൻസീവ്ലി. പക്ഷെ ഹൗ ഡു യു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ദിസ് ഫോർവേഡ് ലൈൻ? നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഫ്രാൻസിന്റെ ഫോർവേഡ് ലൈനിൽ 6ഉം 7ഉം വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഉള്ളപ്പോൾ സെയിം തിങ് വിത്ത് ഇംഗ്ലണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഫോർവേഡ് ലൈൻ അർജന്റീനതായിരിക്കും. അതായത് ഫ്രാൻസിന് ഒരു പൊസിഷനിൽ 2 ആൾ വെച്ചുണ്ടാവും, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ എംബാപ്പെ എവിടെ കളിക്കും, അല്ലെങ്കിൽ ഒലീസെ എവിടെ വരും എന്നുള്ള ചർച്ചകൾ ഉണ്ടാവും. പക്ഷെ ഐ തിങ്ക് അർജന്റീനയിൽ എസ്പെഷ്യലി മെസ്സിയുടെ സ്റ്റാച്ചർ വെച്ചിട്ട് ഐ തിങ്ക് എല്ലാവരും ആ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് വേണ്ടി കളിക്കുന്നത് കൊണ്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കോംപ്ലിമെന്റിങ് ഫോർവേഡ് ലൈൻ അർജന്റീന ആയിരിക്കും. എന്താ തോന്നുന്നു ഓബിന് അത് അഗ്രി ചെയ്യാൻ പറ്റുന്നില്ല? അല്ല, മെസ്സി ആസ് എ പ്ലെയർ മുന്നിൽ ആരെ വെച്ചാലും ഗോൾ അടിപ്പിക്കും. അത് ഗോൾ അടിക്കോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. നമ്മൾ പണ്ട് ഹിഗ്ബിനൊക്കെ എടുത്ത് പുറത്തടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് തൊട്ട് ബാക്കിൽ മെസ്സി കളിക്കുന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് ബോൾ എത്തും. അത് ആരും എങ്ങനെ നിന്നാലും എത്തും. അതുണ്ട്. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഈ ഹോൾ സ്ക്വാഡിൽ പലരും 90 മിനിറ്റ്സ് ഫുള്ള് കാണാൻ ചാൻസ് ഇല്ല ഫിറ്റ്നസ് കാരണം. അപ്പം ആസ് എ ടീം, അതായത് ഫ്രണ്ട് 3 മാത്രം നോക്കുമ്പോൾ ഓക്കെ, മെസ്സിക്ക് ആൽവാരസിന് ബോൾ കൊടുക്കാം, അല്ലെങ്കിൽ ഗോൺസാലസിന് ബോൾ കൊടുക്കാം, അവർ ഗോൾ അടിക്കുമായിരിക്കും എന്ന് പറയാം. പക്ഷെ അവിടെ നിന്ന് ബാക്കോട്ടേക്ക് നല്ലൊരു ഗ്യാപ്പ് വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഓട്ടോമെന്റി ആയാലും റൊമേറോ ആയാലും അവർ വീക്കായാൽ
മിഡ്ഫീൽഡിലുള്ളവർക്ക് കുറച്ചുകൂടെ ബാക്കോട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇറങ്ങിയാൽ മെസ്സിക്ക് മെസ്സി അന്നും ഇന്നും നടന്നാ കളിക്കുന്നത്, ഓക്കെ, പക്ഷെ ബോൾ കിട്ടിയാൽ ദർ ഇസ് എ ബേസ്റ്റ് ഓഫ് പേസ്. അതിപ്പോൾ അധികം ഉണ്ടാവില്ല, വയസ്സായതിന്റെ കാരണമാണ്. പക്ഷെ അപ്പൊ അത്ര ഇല്ലാന്നുണ്ടെങ്കിൽ ആ മിഡ്ഫീൽഡും അറ്റാക്കും ഗ്യാപ്പ് വന്നാൽ അവിടെ കളി പോവാനുള്ള ചാൻസും ഉണ്ട്. അല്ല അത് എന്തായാലും ഒരു കളിയുടെ 60-ാം മിനിറ്റ് നമ്മള് അങ്ങനെ മെസ്സി ഒന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഒന്നും ചെയ്യില്ല. നമ്മള് കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ് ഈ വാക്കിംഗ് സംഭവങ്ങളൊന്നും ഇല്ലാതെ മര്യാദക്ക് ഡിഫെൻഡ് ചെയ്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ അതൊരു ചാലഞ്ച് ആക്കി എടുത്തു. സൗദി അറേബ്യന്റെ കൂടെ തോറ്റെ പിന്നെ അതൊരു ചാലഞ്ച് ആക്കി എടുത്ത് മെസ്സിനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ഗുഡ് ചാൻസ്, കാരണം കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ് സ്റ്റാർ പ്ലേയേഴ്സ് ആണ്. അപ്പൊ കയറി ഒന്ന് അവർക്ക് ചാൻസ് ഒരുക്കി കൊടുത്താലും മാത്രം മതി. അപ്പോ തിരിച്ചും വേൾഡ് കപ്പ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മര്യാദയ്ക്ക് ഒന്ന് വർക്ക് ലോഡ് മര്യാദയ്ക്ക് ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കളിക്കാൻ പറ്റും. ഒരു കാര്യമുള്ളതേ, മെസ്സി കളിക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമിന് അല്ലെങ്കിൽ ഒപ്പോണൻസിന്. മെസ്സി നടക്കേണ്ടാവുള്ളൂ, പക്ഷെ മെസ്സിയുടെ കൂടെ നടക്കാൻ ഒരാളെ ഇടേണ്ടി വരും, ഒന്നോ ചിലപ്പോ രണ്ടുപേരെ അവിടെ ഇടേണ്ടി വരും. അവര് ഔട്ടാവും പിന്നെ ഗെയിമിൽ നിന്ന് മറ്റു ടീമിനെ. കാരണം മെസ്സിയുടെ ഒപ്പം ആൾക്കാരെ ആരെയും വെക്കൂല എന്തായാലും, കാരണം മെസ്സിക്ക് പന്ത് കിട്ടാണ്ടിരിക്കാനുള്ളതിനൊക്കെ ആയിട്ട്. അപ്പൊ അവരും അവിടെ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോ ഇവർക്ക് കുറച്ചുകൂടി കളിക്കാൻ എളുപ്പം ഈ ഓടി കളിക്കുന്നവർക്ക് അർജന്റീന ടീമില്. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻറ്റേജും ഉണ്ട് എന്തായാലും മെസ്സി കളിക്കണമുണ്ട്. അല്ല ഇത് കറക്റ്റ് ആണ് സുധീവ് പറഞ്ഞ പോയിന്റ്. മെസ്സിനെ സബ് ചെയ്ത് കഴിഞ്ഞാലും ലറ്റോറോ വന്നാലും, ഇപ്പം ഓബിൻ പറഞ്ഞ കേസ്, അതായത് കളി 75 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ മെസ്സിയെ സബ് ചെയ്തിട്ട് ദേ ക്യാൻ പുട്ട് നമ്മുടെ നിക്കലസ് പാസ്, ദേ ക്യാൻ പുട്ട് ഗണേശൻ പറഞ്ഞ പോലെ സിമിയോണിനെ ഇറക്കാൻ പറ്റും, ലത്താറോ മാർട്ടിനസ് എസ്പെഷ്യലി ഇൻസ്റ്റെഡ് ഓഫ് അൽവാരസിന് ഇഞ്ചുറി ലേശം ഉണ്ട്. സോ അതും ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കഴിഞ്ഞ വേൾഡ് കപ്പ് ടീമിനെക്കാട്ടും സ്ക്വാഡിനെക്കാട്ടും സ്ട്രോങ് ആണോ അർജന്റീന ഓർ വീക്കാണ്? എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വന്തം അഭിപ്രായമാണെങ്കിൽ വീക്കാണ്. ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ഫുട്ബോൾ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ടോട്ടൽ ഫുട്ബോളിൽ വീക്കാണ്. എസ്പെഷ്യലി ലെഫ്റ്റ് വിങ് ഫോർവേഡ്. നമുക്ക് അവിടെ ഒരു ഡീമറിയ ഇല്ല. ഡീമറിയ ഇല്ലാത്ത ഒരു വേൾഡ് കപ്പാണ്. സോ ഡീമറിയുടെ വർക്ക് റേറ്റ് തന്നെ അടിപൊളിയാണ്. മറ്റേ പാസിംഗ് റേഞ്ച് ആവട്ടെ, ഷൂട്ടിംഗ് ആവട്ടെ, ഗോൾ സ്കോറിംഗ് പൊസിഷനിൽ എത്തുന്നതാവട്ടെ. സോ ഡീമറി ഇല്ലാത്തത് വലിയൊരു അടിയാണ്. ആ ഒരു ഇത് നിക്കോളസ് ഗോൺസാലസ് പിന്നെ അല്ലാതെ മെസ്സി ഇല്ലാത്ത സമയത്ത് ജർമ്മനിക്ക് 4 ഗോൾ അടിച്ച പ്ലെയർ ആണ് ഡീമറിയ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട്. അതാണ് നമ്മള് യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും. ഡീമറിയുടെ ഇൻഫ്ലുവൻസ് ഓൺ അർജന്റീനിയൻ ടീം, അത് എല്ലാവരും ഏത് ചർച്ചയിലാണെന്നുണ്ടെങ്കിലും കാരണം മെസ്സി ഉള്ളതുകൊണ്ട് ഒബ്വിയസ്ലി മെസ്സി വിൽ ബി ദ ഹൈലൈറ്റ് ഓഫ് ഇറ്റ്, റൈറ്റ്? പക്ഷെ പല ഗെയിംസിലും പല കളികൾ അർജന്റീന ജയിച്ചു, അല്ലെങ്കിൽ ക്രഞ്ച് ടൈമിൽ അങ്ങനത്തെ ഒരു വിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഡീമറിയ ഉണ്ട്. ഹിസ് റോൾ ഇസ് ഇമ്മൻസ്. എന്റെ നാട്ടില് ഡീമറിയ വേഴ്സസ് മെസ്സി ഡിബേറ്റ് തന്നെ നടക്കും. കുറെ പേര് ഡീമറിയ ഫാൻസ് ആണ്, മെസ്സി ഒന്നും കണക്കാക്കാതെ. അത്രത്തോളം ഭയങ്കര ഫാൻസ് ആണ് ഡീമറിയ. യുണൈറ്റഡിന്റെ ഈ സ്റ്റിന്റ് കാരണം ആണ് ഒരുപാട് പേർക്ക് റേറ്റ് ചെയ്യാത്തതോ അണ്ടർ റേറ്റഡ് ആയി പോയതിന്റെ ഒരു കാരണം. ബെൻഫിക്ക ഫാൻസ് ആണെങ്കിലും പോർച്ചുഗലിലാണെങ്കിലും റയൽ മഡ്രിഡിലാണെങ്കിലും എവറിബഡി റേറ്റ്സ് ഡീമറിയ വെരി ഹൈ. ടെക്നിക്കൽ ആയിട്ടുള്ള പ്ലെയർ ആണ്, ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള പ്ലെയർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ടോട്ടൽ ഫുട്ബോൾ ആയിട്ട് വരുമ്പോ അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പിന് നോക്കുമ്പോൾ വീക്കാണ്. കാരണം പ്ലേയേഴ്സിന്റെ ഫെറ്റീഗ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ ആൻഡ് ഇഞ്ചറി. അപ്പോ ഈ ഒരു ഈ നമ്മൾ എന്തെങ്കിലും ആലോചിക്കുന്നു പറയുമ്പോൾ ബോർഡ് മര്യാദയ്ക്ക് ആലോചിക്കുകയാണായിരുന്നു. അപ്പൊ മാർക്കോ സെനേസി പോലുള്ള 9th ഡിഫൻഡർ വേണോ അല്ലെങ്കിൽ തേർഡ് സ്ട്രൈക്കർ വേണോ എന്ന് ആലോചിച്ചപ്പോൾ തേർഡ് സ്ട്രൈക്കറിനേക്ക് പോയിട്ടാണ് മാനുവൽ ലോപ്പസിനെ എടുത്തത്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ അവിടെ മര്യാദയ്ക്ക് മാനേജ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഡിഫൻഡറിനെ സേഫ് ആയിട്ട്, അതായത് ഒരു പ്ലെയർ ഓഫ് ദി ഇയർ ആണ്, ഒരു ക്ലബിന്റെ പ്ലെയർ ഓഫ് ദി ഇയറിനെ വേണ്ടാന്ന് വെച്ചിട്ട് തേർഡ് അറ്റാക്കർ ആയിട്ട് എടുക്കാൻ പോയിട്ടുണ്ട്. അതിന് തന്നെ ഇപ്പോ ഈ അറ്റാക്കിംഗ് ഇതില് ആ ലോപ്പസ് കളിക്കുമെന്ന് പോലും അറിയില്ല. കാരണം വെച്ചാൽ സബ് വരുന്നത് ലിസാൻഡ്രോ ലൗതാരോ മാർട്ടിനസ് ആണ്. അപ്പോ അങ്ങനെ കളിക്കാൻ തീരെ സാധ്യതയില്ലാത്ത പ്ലെയറെ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ എടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് അവിടെ മിസ്സായത്. നമുക്ക് പിന്നെ കളി കണ്ടറിയാം.
ഗ്രൂപ്പ് നോക്കിയാലോ? ഈ ഗിലിയാനോ സിമിയോണി എടുത്തു, പക്ഷെ ഫ്രാങ്കോ മസ്റ്റൻറ്റുവാനോ എടുത്തില്ല. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് ഈ സിമിയോണി ഭയങ്കരമായിട്ട് ഓടി വർക്ക് റേറ്റ് ഉള്ള പ്ലെയറാണ്. ഇപ്പൊ 120 മിനിറ്റ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു 80 മിനിറ്റ്സ് 90 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഓടി അല്ലെങ്കിൽ മെസ്സിക്ക് ഈവൻ മെസ്സിക്ക് പകരം അപ്പുറത്ത് വെറുതെ ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ പോലെയുള്ള പ്ലെയർ ആയതുകൊണ്ടാണോ അതുകൊണ്ടാണ് ഈ മസ്റ്റൻറ്റുവാനോ മിസ്സായത്? റയൽ മാഡ്രിഡിലെ കിടിലൻ പ്ലെയർ ആണ് ഈ പ്ലെയർ. അത് തന്നെയാണ് കാരണം. വേറെ ഒരു കാരണം എനിക്ക് പറയാനില്ല. മസ്റ്റാൻഡോ എന്ന് പറഞ്ഞ മടിയുള്ള വെരി ലേസി പ്ലെയർ ആണ്. സെയിം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സിമിയോണി. ചത്ത് പണിയെടുക്കും, പട്ടിപ്പണിയെടുക്കും. ആ ഒരു ഫാക്ടർ കൊണ്ടാണ് 5 അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലെയർ ഉണ്ട് ഈ സ്ക്വാഡില്. 5 ഓടും. അല്ല, ആ ഒരു ഫാക്ടർ നമുക്ക് എല്ലാ ടീമിന്റെ സെലക്ഷനിലും കാണാൻ പറ്റും. ഇംഗ്ലണ്ട് ആണെങ്കിലും ബ്രസീൽ ആണെങ്കിലും എവറി ടീം ഹാസ് ചോസൺ പ്ലേയേഴ്സ് ഹു കൻ റൺ. എനിക്ക് തോന്നുന്നു അതൊരു വെതറിന്റെയും ക്ലൈമറ്റിന്റെയും കാരണം കൊണ്ടായിരിക്കും. കാരണം ഈ വേൾഡ് കപ്പ് ഇസ് ഗോയിങ് ടു ബി ഫിറ്റ്നസ് വേൾഡ് കപ്പ് ഓൾസോ. ആരാണ് ഫിറ്റ് ഇൻ ദ സെൻസ് ഇഞ്ചറി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫിസിക്കലി ഫിറ്റ്, ഹു ക്യാൻ റൺ ഇൻ ദ ഹീറ്റ്. ആ ഒരു ഹീറ്റില് ആ ഒരു സാധനം നമ്മൾ പല ഗ്രൂപ്പിലും ഇപ്പൊ പാമറിനെ കുറിച്ചും ഇപ്പം ബ്രസീലിന്റെ കേസിൽ ഏതോ ഒരു പ്ലെയർ ജാവോ പെഡ്രോ ഓടും. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് എവറി ടോപ്പ് കോച്ച് ഹാസ് ഗോൺ ഫോർ മോർ ഓർ ലെസ് ഒരു അത്ലറ്റിക് ഫിസിക്കൽ സ്ട്രോങ് പ്ലെയേഴ്സ്, ഓടാൻ പറ്റുന്ന പ്ലെയേഴ്സിനെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സുദീപിനോട് ഗ്രൂപ്പ് ചോദിക്കാം. ഗ്രൂപ്പ് എന്താണ്? അർജന്റീനയുടെ ഗ്രൂപ്പില് അൾജീരിയ, ഓസ്ട്രിയ, ജോർഡൻ ടീമുകളാണ്. അൾജീരിയ, ഓസ്ട്രിയ എന്തായാലും ഈസി ഗെയിംസ് ആണ്, വളരെ ഈസി ആയിട്ടുള്ള ഗെയിംസ് ആയിരിക്കും മിക്കവാറും. അപ്പൊ ഗ്രൂപ്പ് ടോപ്പ് ചെയ്യാനുള്ള ചാൻസ് തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല മെസ്സിക്ക് അത്യാവശ്യം റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. 2 ഗോള് ലീഡ് എടുത്ത ഈവൻ ഏർലി സബ്സ്റ്റിറ്റ്യൂഷൻ വരെ ചെയ്ത് റെസ്റ്റ് ചെയ്യിച്ച് അടുത്ത റൗണ്ടുകളിലെ കീ മാച്ചസിന് വേണ്ടി കുറെ കൂടി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റിയ ഗ്രൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വേൾഡ് കപ്പിനെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ് അല്ല ആക്ച്വലി തവണ. എനിക്ക് തോന്നുന്നു അൾജീരിയ വിൽ ബി, ഓസ്ട്രിയ നോട്ട് ബാഡ് ടീംസ്. അൾജീരിയ ഇസ് എ വെരി ഗുഡ് ടീം, കുറച്ച് നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉള്ള ടീമാണ്. പറഞ്ഞോ, സിദാന്റെ മോനാണ് കീപ്പറാണ്. 23 കളിയില് ഒരൊറ്റ കളി തോറ്റിട്ട് അൾജീരിയ, ഒരൊറ്റ കളി. നമ്മളങ്ങനെ വേൾഡ് കപ്പ് സ്റ്റേജ് വരുമ്പോ തള്ളി പറയാൻ പറ്റില്ല. അതെനിക്ക് പറയാനുണ്ട്. നമ്മൾ സൗദി അറേബ്യയുടെ കൂടെ ജയിക്കുന്നു വിചാരിച്ചു സൗദി അറേബ്യ അർജന്റീന തോൽപ്പിച്ചു. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇന്ന് നെതർലാൻഡിനോട് ജയിച്ചിട്ടേ ഉള്ളൂ. ഫ്രണ്ട്ലി ആണ്. അതാണ് അത് ഫ്രണ്ട്ലീസ് ആണ്. കുറെ സബ് വാൻഡേക്കൊക്കെ ഹാഫ് ടൈം കഴിഞ്ഞ് പിന്നെ കളിച്ചിട്ടില്ല, ഇഞ്ചുറി ആവാതെ നോക്കും. പക്ഷെ ക്വാളിഫയേഴ്സിലൊക്കെ അവർ മര്യാദക്ക് കളിച്ച് കയറി വന്ന ടീമാണ്. നെതർലൻഡ്സ് എപ്പോഴും നേഷൻസ് ലീഗ് ആണെങ്കിലും എല്ലാത്തിലും നിന്നാണ് കളിക്കുന്ന ടീമല്ല. സോ ഓസ്ട്രിയ, അൾജീരിയ, ജോർഡൻ ഗ്രൂപ്പ് ടോപ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൗണ്ടില് കാത്തിരിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ പേടി സ്വപ്നമായിട്ടുള്ള ഒരു ടീം ചിലപ്പോൾ വരാം. അതായത് ഗ്രൂപ്പ് എച്ചില് റണ്ണറപ്പ് ആയിട്ടാണ് കളി വരിക. അപ്പൊ ഗ്രൂപ്പ് എച്ചില് സ്പെയിൻ, ഉറുഗ്വേ, കേപ്പ് വെർഡെ, പിന്നെ ടീം ഏതാണെന്നറിയോ ഗണേശ? സൗദി അറേബ്യ. കഴിഞ്ഞ വേൾഡ് കപ്പില് സൗദി അറേബ്യയുടെ ഒരു റീമാച്ചിനുള്ള ചാൻസ് ഉണ്ട്. അതായത് സൗദി അറേബ്യ ഗ്രൂപ്പ് എച്ചില് സെക്കൻഡ് ആയി കഴിഞ്ഞാൽ അർജന്റീന ഗ്രൂപ്പ് വിന്നേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു റീമാച്ചിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എനിക്ക് സൗദി അറേബ്യ മെന്റാലിറ്റി വെച്ചാണെങ്കിൽ സൗദി അറേബ്യ കിട്ടിക്കഴിഞ്ഞാൽ അർജന്റീനയെ ഓടിത്തോപ്പിക്കാൻ സാധ്യതയുള്ള ടീം. ഉറുഗ്വേ ഒക്കെ കിട്ടിയ സ്പെയിനാവും. സ്പെയിൻ എന്തായാലും ഗ്രൂപ്പ് ടോപ്പേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ക്യാപ്പ് വെറുതേനും വെറുതെ തള്ളി പറയാനൊന്നും പറ്റില്ല. ഗ്രൂപ്പിലെ സെക്കൻഡ് വരുന്നവരായിട്ടാണ് സൗദി അറേബ്യ ആയിട്ടായിരിക്കും കളി. അതെ ഉറുഗ്വേ ആണെങ്കിൽ കളിച്ച് ശീലമുണ്ട്, സൗദി അറേബ്യ ആണെങ്കിലും കളിച്ച് ശീലമുണ്ട്. അർജന്റീനയ്ക്ക് അങ്ങനെ ഇഷ്യൂ വരാൻ സാധ്യതയില്ല. ശീലമുണ്ട്, പക്ഷെ ഉറുഗ്വേയുടെ അടുത്തുള്ള ക്വാർട്ടർ ഫൈനലൊക്കെ കടക്കും. അർജന്റീന ഉറുഗ്വേയുടെ അതല്ല, കഴിഞ്ഞ 2 മാച്ച് ഞാൻ നോക്കി ഉറുഗ്വേ ആയിട്ടുള്ളത്. ഒരു കളി ജയിച്ചു, ഒരു കളി തോറ്റു. അങ്ങനെയാണ് അർജന്റീന. അപ്പൊ അങ്ങനെ ഒരു കൺവിൻസിംഗ് ആയിട്ട് ഉറപ്പ് പറയാവുന്ന കളിയൊന്നും അല്ല
ഉറുഗ്വേയുടെ അടുത്തുള്ള കളി. അപ്പൊ അത് ടഫായിരിക്കും. സൗദി അറേബ്യ ഉറുഗ്വേന്റെ ആണെങ്കിൽ പഴയ മെമ്മറീസ് ഒക്കെ കയറി വരും. അല്ല, ഉറുഗ്വേ മേ ഹാവ് എ വെരി ഗുഡ് വേൾഡ് കപ്പ്. കാരണം അവരെ ഫിറ്റ്നസ് ലെവൽസ് വെൽവെർഡെ ആണെങ്കിലും നമ്മളെ പഴയ ഡാർവിനൊക്കെ ആണെങ്കിലും ദേ ഹാവ് എ ലോട്ട് ഓഫ് റണ്ണേഴ്സ്. ആൻഡ് അവരെ കോച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ ബിയൽസ. സോ അവര് ഒന്നാമതേ അവർക്ക് വെറുതെ ഓടുന്ന ശീലമുണ്ട്. BLC ആണെങ്കിൽ എന്താ പറയാ, ശ്വാസം വലിക്കാൻ പോലും നിൽക്കാൻ സമ്മതിക്കാത്ത മനുഷ്യരുമാണ്. അങ്ങ് ഓടും അവര്. ഫൈറ്റ് തരാൻ മാത്രമുള്ള പ്ലേയേഴ്സ് ഉണ്ട്. സോ വുഡ് ബി ഗുഡ് ഗെയിം. അതാ പറഞ്ഞ നമ്മള് സ്ക്വാഡ് നോക്കുമ്പോൾ എക്സലന്റ്. പക്ഷെ നമ്മൾ മറ്റു ടീമുകൾ നോക്കുമ്പോൾ എല്ലാവരും ജയിക്കാൻ വേണ്ടി വരുന്നതാണ്. സോ അർജന്റീന വിൽ ഹാവ് ടഫ് ഗെയിംസ്. പക്ഷെ എനിക്ക് തോന്നുന്നു എവിടെ ഫിനിഷ് എന്തായാലും സെമി എത്തും. ബാക്കി എല്ലാം മെസ്സിയുടെ കയ്യിലാണ്. എന്താണ് ഗണേശൻ പ്രഡിക്ഷൻ? കിട്ടിയാൽ മതി നമുക്ക്. ആ ബോക്സിന്റെ അടുത്ത് ഫ്രീ കിക്ക് കിട്ടിയാൽ മതി, പിന്നെ നമ്മൾ ഹാപ്പിയാണ്. നമ്മള് ആർസണൽ എങ്ങനെ കോർണറിന് വേണ്ടി ശ്രമിക്കുന്നു, അതുപോലെ മെസ്സി ആ സംഭവം ആ ഒരു ബോക്സ് ഏരിയയില് ഫ്രീ കിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏരിയയില് അവരെന്തായാലും ഡ്രിബിൾ ചെയ്ത് ഫ്രീ കിക്ക് മേടിക്കാൻ തന്നെ നോക്കും. പിന്നെ അറിയാലോ മെസ്സിയുടെ ഫ്രീ കിക്ക് റേഞ്ച്, ബോള് നിന്നിട്ടും കാര്യമൊന്നുമില്ല, അടിച്ചു പൊളിക്കാനെ. എന്താണ് ഓബിന്റെ പ്രഡിക്ഷൻ? എവിടെ ക്വാർട്ടർ ഫൈനലോ സെമി, അതിന്റെ അപ്പുറം പോകും തോന്നുന്നില്ല. എനിക്ക് ആകെ കൂടിയുള്ള ഇതൊരു എന്താ പറയാ, ഒരു കൺസേൺ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് എന്നുള്ളതല്ല, ആ ഒരു ടീമിൽ പകുതി ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഐദർ ദേ ആർ ജസ്റ്റ് ബാക്ക് ഫ്രം ഇഞ്ചുറി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചേർഡ് ആണ് ഇപ്പോഴും. അപ്പൊ പകുതി ടീം അങ്ങനെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു ഫുൾ ടൂർണമെന്റ് കളിക്കാൻ മാത്രം ഉണ്ടാവുമോ ഉള്ളതാണ്. അവിടെയാണ് ഐ തിങ്ക് മേ ബി ക്വാർട്ടർ ഓർ സെമി എന്നുള്ളത്. ഓൺ പേപ്പർ ദേ ലുക്ക് ഗുഡ്. റൊമേറോ എത്ര റെഡ് കാർഡ് വാങ്ങി സീസണില്? കൊറേ ഉണ്ട്. അങ്ങനത്തെ അന്ന് പോയി ആദ്യത്തെ കളിയിൽ എങ്ങനെ പോയി ചവിട്ടി 3 കളി സസ്പെൻഷൻ വാങ്ങി എങ്ങനെ ഉണ്ടാവും? അല്ല, അർജന്റീനയിൽ ഏകദേശം ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കളിക്കുന്നത്. സുദീപിന്റെ പ്രഡിക്ഷൻ പറഞ്ഞില്ല. എന്റെ പ്രഡിക്ഷൻ ഫസ്റ്റ് റൗണ്ട് കടക്കും. സെക്കൻഡ് റൗണ്ടിൽ പറഞ്ഞ പോലെ ഉറുഗ്വേയുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് തോൽക്കും. അങ്ങനെ ഉറുഗ്വേ കിട്ടിക്കഴിഞ്ഞാൽ അർജന്റീനയുടെ ഫസ്റ്റ് നോക്കൌട്ട് റൗണ്ടില് പരിപാടി കഴിയും. അതാണ് എന്റെ പ്രഡിക്ഷൻ. അതല്ലെങ്കിൽ സൗദി അറേബ്യ ആണെങ്കിൽ ഈവൻ അടുത്ത റൗണ്ട് വരെ എത്തും. അതാണ് എന്റെ പ്രഡിക്ഷൻ. സ്പെയിൻ ആണെങ്കിലോ പിന്നെ പൊട്ടിക്കും, ഉറപ്പാണ്. എന്താണ് കപ്പടിക്കും ഞങ്ങള്. സ്പെയിനെ പൊട്ടിക്കാൻ പറ്റില്ലേ? പിന്നെ മെസ്സിയാണ് അവിടെ. മെസ്സി, ആൽവറസ് മതി. ഐ തിങ്ക് ആൽവറസ് ഹാസ് എ വെരി ഹൈ ചാൻസ്. ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ ആൽവറസിന് അവന്റെ വേൾഡ് കപ്പ് ആവാൻ നല്ല സാധ്യതയുണ്ട്. വളരെ അണ്ടർ റേറ്റഡ് ആയ പ്ലെയർ ആണ് ശരിക്കും ആൽവറസ് ഒക്കെ. സിറ്റിയിൽ പോയി എടുക്കാൻ തന്നെ 2 പേരുണ്ട്, ലെഫ്റ്റ് കൊണ്ടും റൈറ്റ് കൊണ്ടും അടിക്കാൻ ആൾക്കാരുണ്ട്. ഫ്രീ കിക്ക് മേടിച്ചെന്നാ മതി. അതായിരിക്കും ടാക്ടിക്സ് മോസ്റ്റ്ലി. അർജന്റീന വേൾഡ് കപ്പ് ജയിച്ചു എന്നിരിക്കട്ടെ. ഓൾ ടൈം ടീംസില് അർജന്റീന എവിടെ ഉണ്ടാവും? എനിക്ക് തോന്നുന്നു ബ്രസീലിന്റെ ആ ഒരു സ്റ്റാച്ചറിലേക്ക് വേൾഡ് കപ്സിലെ അർജന്റീന ഉയരാൻ സാധ്യതയുണ്ട് അല്ലെ? ഡിഫെൻഡ് ചെയ്ത് ബാക്ക് ടു ബാക്ക് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ബാക്ക് ടു ബാക്ക് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? ലൈക് ആ ഒരു ടൈം പീരീഡിൽ, അതായത് ആ ഒരു 4 ഇയേഴ്സിലുള്ള ഡെവലപ്മെന്റ് അല്ലേ കാണിക്കുന്നേ. തിരിച്ചും ആ 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചും അതേപോലെ കളിച്ച് കപ്പടിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറെ ഒന്നുമില്ല. അതേ ടീം വെച്ച് അതാണ്. ആരും മാറിയിട്ടില്ല. സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രോബ്ലി അർജന്റീന വിൽ ബി there amongst all. പക്ഷെ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോഴും ആ 2002 ബ്രസീൽ ടീം, ആ ബ്രസീൽ വേൾഡ് കപ്പ്, that stands out. അത് ശരിക്കും അങ്ങനെ കളിക്കാൻ പറ്റണം. എനിക്ക് അതിനെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് പെർഫോമൻസ് വെച്ചിട്ടാണ്. അങ്ങനെ ഇന്നത്തെ ടീംസ് അങ്ങനെ കളിക്കുന്നില്ല. ഇറ്റ്സ് ടു യൂറോപ്യൻ എക്സ്റ്റ്. അങ്ങനെ റൊണാൾഡീനിയോ, കക്ക എന്താണ് അത് വേറെ. പക്ഷെ ഇപ്പൊ അങ്ങനെ കളിക്കുന്നവരാരും വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആവുന്നില്ല.
അതെ എത്തുന്നില്ല, അതാ മുന്നോട്ടേക്ക് പറയുന്നത്. പോകുന്നില്ല. ഈ ചിലി, ഇറ്റലി കോസ്റ്ററിക്ക, ഓ പിന്നെ ഇറ്റലി. അല്ല ഞാൻ പറയുന്നത്, ഇന്നിപ്പോ ഒരു ടീമിൽ റൊണാൾഡോ, റൊണാൾഡീനിയോ, കക്ക ഉണ്ടെങ്കിൽ അവിടെ ഡിബേറ്റ് ആണ്. കക്ക വേണോ റൊണാൾഡീനിയോ വേണോ, രണ്ടുപേരും കളിക്കാന്നുള്ളൊരു ഒരു ചർച്ച അവിടെ വരും. കാരണം ഫുട്ബോൾ അങ്ങനെ ആയി ഇവോൾവ് ചെയ്ത് കഴിഞ്ഞു. ഈ മോർ ടീമില് റണ്ണേഴ്സ് ദാൻ ഫ്ലെയർ. ആർനെസ്ലോട്ട് പറഞ്ഞ പോലെ ഫുട്ബോൾ ഹാസ് ഇവോൾവ്ഡ്. അതെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാലേ പണ്ട് ഈ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒരുമിച്ച് കളിക്കുമ്പോ അവര് എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കാം, എങ്ങനെ അവരുടെ സ്കിൽസ് മാക്സിമം യൂസ് ചെയ്ത് എങ്ങനെ കളിക്കാം എന്നുള്ള കാര്യം ആലോചിക്കണേ. ഞാൻ ഇങ്ങനെ ഓടുമ്പോ ഇയാൾ ഇങ്ങനെ റൺ ചെയ്യുമ്പോ എനിക്ക് ഇങ്ങനെ പാസ്, അങ്ങനെയൊക്കെ ആലോചിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല പ്ലേയേഴ്സ് ആലോചിക്കണം. പ്ലേയേഴ്സ് ആലോചിക്കാം, കോച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓടുമ്പോ ആൾ അങ്ങനെ വരുന്നുള്ള ആ ടാക്ടിക്കൽ സാധനം, അതാണ് മെന്റലി ഉള്ളിൽ കിടക്കുന്നത്. അതാണ് എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ പ്ലേയേഴ്സ് അങ്ങനെ ആലോചിക്കുക. അന്നത്തെ പ്ലേയേഴ്സ് അങ്ങനെയല്ല. അല്ല നമ്മളിപ്പോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? കറക്റ്റ് ആണ്. മെസ്സി ആഘോഷിക്കുന്നത് ഗോളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല. മെസ്സി കളിക്കുമ്പോ മെസ്സി കളിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, ഒരു ഊർജവും, ഒരു ആനന്ദമാണ് ശരിക്കും. അല്ലാണ്ട് ഗോൾ അടിക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റാറ്റ്സ് അടിക്കുന്നതോ ഒന്നല്ലല്ലോ. മെസ്സി കളിക്കുമ്പോ ലൈക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മെസ്സി 2006, 2007, 2008 ആ സമയത്തൊക്കെ ചില ദിവസം രാത്രി ഉറക്കം വരും. എന്നാലും മെസ്സി കളിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ലാലിഗ, അത് ഊളക്കളിയായിരിക്കും. ലാലിഗ ഒസസൂണ വേഴ്സസ് ബാഴ്സയോ റയൽ ബെറ്റിസോ അല്ലെങ്കിൽ മറ്റേ ലെവാന്റൊക്കെ ആയിരിക്കും. പക്ഷെ അതായത് നമ്മുടെ ജനറേഷനിൽ ഒരു തവണയല്ലേ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ മെസ്സി നിർത്തിക്കഴിഞ്ഞാൽ മെസ്സി ഇല്ലല്ലോ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ മെസ്സിയുടെ കളി കാണുന്നത്. അതിപ്പം ആ ഒരു സാധനം, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഫുട്ബോൾ അല്ല ശരിക്കും. നമുക്ക് ഈ സ്റ്റാറ്റ്സും എല്ലാവരും ഇപ്പൊ നാട്ടിലെ ചായക്കടയിൽ തൊട്ട് എല്ലാരും ഫുട്ബോൾ വേൾഡ് കപ്പ് വെക്കുന്നത് അത് കാണാനാണ്. അല്ലാതെ ഈ ത്രോയിൻസും കുറെ ലോങ് ബോളും അല്ലെങ്കിൽ അതല്ല. അത് ആഘോഷിക്കാൻ പറ്റുന്നത് വേൾഡ് കപ്പ് ജയിക്കുന്ന ടീമിന് മാത്രമാണ്. ബിക്കോസ് ദേ വിൽ ബി ലൈക്ക് എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ജയിച്ചില്ല എന്ന് പറയാം. പക്ഷെ പീപ്പിൾ ഷുഡ് എന്റർടൈൻ. അപ്പം ആൽവാരേസും മെസ്സിയും നിക്കോപാസ് എനിക്ക് അതിന് പ്രതീക്ഷയുണ്ട്. നിക്കോപാസിനെ കുറിച്ച് ഈ പുതിയ അർജന്റീന ഫാൻസിന് അല്ലെങ്കിൽ അർജന്റീന ഫാൻസിന് നിക്കോപാസിനെ കുറിച്ച് എന്താ ഗണേശിന് ഇത് പറയാനുള്ളത്? നിക്കോപാസിനെ കുറിച്ച് ഒന്ന്, അവര് കാണേണ്ട പ്ലെയർ ആണല്ലോ. അപ്പോ ആളുടെ കളി ഒന്ന് എക്സ്പ്ലെയിൻ. ഞാൻ കോമോഡോ കളി കാണാറുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബോൾ പ്ലേയിങ്ങും ഹോൾഡിങ്ങും സ്കോറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ ആണ്. ഫ്രണ്ട് ത്രീയിൽ എങ്ങനെ വേണമെങ്കിൽ കളിക്കാനും പറ്റും, ബിഹൈൻഡ് ദ സ്ട്രൈക്കർ ആയിട്ടും കളിക്കാൻ പറ്റും. അതായത് ഒരു മിഡ്ഫീൽഡറിനെ സബ് ചെയ്തിട്ട് ആളെ ഇറക്കുകയാണെങ്കിൽ ബിഹൈൻഡ് ദ സ്ട്രൈക്കർ കളിച്ച് ബോൾ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു നിക്കോപാസിന്റെ ഒരു ടേൺ ഉണ്ട്, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ഒരു ടേൺ. അപ്പോ അതൊരു എന്താ പറയാ, അവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, നിക്കോസ് ടേൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അത് ജനങ്ങൾ കാണട്ടെ, ഫാൻസ് കാണട്ടെ, അത് അറിയാൻ പറ്റും. അപ്പോഴേ അറിയാൻ പറ്റും ആ ടേൺ എന്താ പറയാ, അതെ, അതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ അവസാനം അത് നമ്മുടെ അടുത്ത് തന്നെ പറയാം, നീ പറഞ്ഞു ചിലപ്പോ ഗെയിം ടൈം കിട്ടിയില്ല എന്ന് വരും. പക്ഷെ സ്കെലോണി ഞാൻ പറയുന്നില്ല, എന്തായാലും കളിപ്പിക്കും ഉറപ്പായിട്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ പ്ലേയേഴ്സിനൊക്കെ ചിലപ്പോ ഗെയിം ടൈം കിട്ടാതെ പോയിട്ടുണ്ട്, ആൾക്കാർ കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ ഗെയിം ടൈം കിട്ടട്ടെ, അപ്പൊ ജനങ്ങൾക്ക് ഫാൻസിന് അറിയാം എങ്ങനെ നിക്കോപാസ് എങ്ങനെ. മെസ്സി ഇല്ലായിരുന്നുവെങ്കിൽ ഓൺ മെറിറ്റ് ഡെഫിനറ്റ് സ്റ്റാർട്ടർ ആവുമായിരുന്നു. അപ്പൊ അത് പറയാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം, ആളുടെ കളി എങ്ങനെയായിരുന്നു. അതാ പറയുന്നത്, നമുക്ക് ഈ വേൾഡ് കപ്പിൽ എന്റെ പേഴ്സണലായ ആഗ്രഹം അർജന്റീന ജയിക്കുമായിരിക്കും, ബ്രസീൽ ജയിക്കുമായിരിക്കും, ഇംഗ്ലണ്ട് പിന്നെ ഫ്രാൻസ് ജയിക്കുമായിരിക്കും. ബട്ട് ഐ ഹോപ്പ് അറ്റ് സം പോയിന്റ് ഈ കോച്ചസ് ഇത്രയും ടാലന്റഡ് ആയ പ്ലേയേഴ്സിനെ ഒന്ന് കളിക്കാൻ വിടണം, ആൾക്കാർ കാണട്ടെ, ലെറ്റ് ദം പ്ലേ അല്ലെ. ആ ഒരു ഇതിൽ നമുക്കിന്ന് റാപ്പ് ചെയ്യാൻ തോന്നുന്നു അർജന്റീന എപ്പിസോഡ്. അപ്പോ ചാമ്പ്യൻസ്, അതെ, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് അർജന്റീന. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ അടുത്ത ടീമായിട്ട്